ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു ഗാർഡൻ വീഡിയോ ആയിട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. മുമ്പ് മരത്തിൻ്റെ കാർട്ട് വർക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഉണ്ടാക്കിയെടുത്തൊരു പില്ലറാണ് കേട്ടത്. അപ്പോൾ ഇത് പെയിൻറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് കഴുകി വൃത്തിയാക്കുകയാണ്. അപ്പോൾ നമ്മുടെ വർക്ക് ഇതൊന്നുമല്ല, അതെവിടെ കണ്ടില്ലേ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിലൊക്കെ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു പോന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ നിന്ന് എടുത്തിട്ട് ഈ ഇൻ്റർലോക്കൊക്കെ പോളിഷ് ചെയ്തിട്ട് ഇവിടെ ഈ ഗ്രാസിനെ വെച്ച് പിടിപ്പിക്കലാണ് നമ്മുടെ മെയിൻ പരിപാടി. ഈ ഗ്രാസ് ഏകദേശം ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ സെറ്റ് ചെയ്തതാണ്. പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം ഡ്യൂറബിലിറ്റി ഒക്കെ കിട്ടുന്ന ഒന്നാണ് ഈ ആർട്ടിഫിഷ്യൽ ഗ്രാസ്. അപ്പോൾ ഇത് ഇവിടെ നിന്ന് എടുത്തിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടാട്ടോ ഇവിടെ വീണ്ടും ഇത്തരത്തിൽ ഒട്ടിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിതാ അവിടെ 2-3 ദിവസത്തെ വർക്കൊക്കെ എടുത്തിട്ട് ഇൻ്റർലോക്ക് കംപ്ലീറ്റ് ഇവിടെ പോളിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗ്രാസൊക്കെ ഈ ഗ്യാപ്പിൽ നിന്ന് എടുത്തിട്ടുണ്ട്. മുമ്പ് ഇവിടെ ഗ്രാസ് കൊട്ടിച്ചപ്പോൾ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പണി ഇവിടെ നമുക്ക് ചെയ്യേണ്ടതില്ല. ഡയറക്റ്റായിട്ട് ഇതിൽ നമുക്ക് ഗ്രൗട്ടൊക്കെ വെച്ചിട്ട് ഗ്രാസിന് ഒട്ടിച്ചാൽ മതി. അവിടുന്ന് നമ്മൾ പറിച്ചെടുത്ത ഗ്രാസൊക്കെ ഇവിടെ കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു ഭാഗത്ത് കൂട്ടിയിട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ചാക്കിലുള്ളത് പെബിൾസാണ്. അത് ഈ ഭാഗത്ത് ഈ ഇൻ്റർലോക്ക് ചെയ്തതിൻ്റെ സൈഡിലായിട്ട് ബേബി ചില്ലിട്ട കുറച്ച് ഭാഗമുണ്ട്. അവിടെ ഈ പെബിൾസ് നമുക്ക് വെക്കാനുള്ളതാണ്. ഇത് ഇത്തരത്തിൽ ചെറിയൊരു പാസിങ് ഏരിയ ഉണ്ടാക്കിയിട്ട് അവിടെ റിവർ പെബിൾസ് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ഇത്തരത്തിൽ റിവർ പെബിൾസും പിന്നെ അതുപോലെ തന്നെ പലതരത്തിലുള്ള പെബിൾസൊക്കെ ഇട്ടുകൊണ്ട് നമുക്ക് ഗാർഡനൊക്കെ ഒന്നും കൂടി അടിപൊളിയാക്കി എടുക്കാൻ കഴിയുന്നതാണ്. ഇവിടെ നമ്മളിത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒട്ടിച്ചിട്ടുണ്ട്. ഇത് റോളായിട്ട് നമ്മൾ വാങ്ങിയിട്ട് ഇവിടെ അങ്ങനെ ഒട്ടിച്ച് വെച്ചതാണ്, കോൺക്രീറ്റൊക്കെ ചെയ്തിട്ട്. പിന്നെ അതുപോലെ തന്നെ കട്ടിങ് ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നെടുത്ത ആർട്ടിഫിഷ്യൽ ഗ്രാസ് കഴുകി വൃത്തിയാക്കിയിട്ട് വീണ്ടും ഇവിടെ വെച്ച് നോക്കാൻ പോവുകയാണ്. അപ്പോൾ അളവൊക്കെ കറക്റ്റാക്കിയതിന് ശേഷം മാത്രമേ നമ്മളിത് ഇവിടെ ഒട്ടിക്കുകയുള്ളൂ. അപ്പോൾ ഏകദേശം കുറച്ച് മണിക്കൂറത്തെ വർക്കൊക്കെ എടുത്തിട്ട് നമ്മളിത് കംപ്ലീറ്റ് ആർട്ടിഫിഷ്യൽ ഗ്രാസും ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇൻ്റർലോക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ഗ്യാപ്പിലൊക്കെ ഇത്തരത്തിൽ ഗ്രാസൊക്കെ വെച്ചുകൊണ്ട് മുറ്റൊന്നും കൂടി അടിപൊളിയാക്കി എടുക്കാൻ കഴിയുന്നതാണ്. ഇത് ഇവിടെ തന്നെ ഒരു സൈഡ് ഭാഗത്തായിട്ട് പേൾ ഗ്രാസ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ചെറിയൊരു ഗാർഡനാണ്. പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം ചെടികളൊക്കെ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പിന്നെ ഈ സൈഡിൽ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരു ആർട്ട് വർക്കൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഡയറക്റ്റ് സൺലൈറ്റ് ലഭിക്കാത്ത സ്ഥലത്ത് നമുക്ക് പേൾ ഗ്രാസ് ഒക്കെ നടാവുന്നതാണ്. ഒരു ചെറിയ തോതിലൊക്കെ വെയിൽ ലഭിച്ചാൽ മതി. പിന്നെ അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള ഫെർട്ടിലൈസറൊക്കെ കൊടുത്താൽ നല്ല പച്ചപ്പോടെ നമുക്ക് ഗ്രാസ് നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ ഇത്തരത്തിൽ ഗാർഡൻ വർക്കുകൾക്കും പിന്നെ അതുപോലെ തന്നെ ഗാർഡൻ മെയിൻ്റനൻസ് വർക്കുകൾക്കും മുകളിൽ കാണുന്ന ഈ വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. ഇത് നല്ല അടിപൊളി റോസ് തൈകളാട്ടോ. അപ്പോൾ ഇന്നത്തെ പ്ലാന്റ് അപ്ഡേറ്റ് ആണ്. അപ്പോൾ ആവശ്യമുള്ളവർ നേരത്തെ കാണിച്ച വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് അയച്ചാൽ മതി. ആവശ്യക്കാർക്ക് പ്ലാന്റ് അയച്ചു തരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ചെറിയ വില മാത്രമേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.